Hello guys, Hi. Welcome back to my YouTube channel. This is Fasila and you're listening to Talking to the Moon. ഒറ്റടിച്ചിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. സൺകിസ്ഡ് ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാന്ന് തന്നെ വിചാരിച്ചത്. ഓക്കേ, പറയൂ. അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല. ഇന്ന് സൺഡേ ആയിരുന്നു. അപ്പൊ ചുമ്മാ പുറത്തിറങ്ങാന്നൊക്കെ വിചാരിച്ച് നമ്മള് ഉച്ചക്ക് ഒരു ഫിലിമിന് ബുക്ക് ചെയ്തായിരുന്നു. ഫിലിം ബുക്ക് ചെയ്തത് ഒരു 1:20 PM ഫിലിം ബുക്ക് ചെയ്തത്. നമ്മള് ഒരുങ്ങിക്കെട്ടി അവിടെ എത്തിയപ്പോഴേക്ക് 2 o'clock ആയി. അങ്ങനെ ഹാഫ് ആൻ അവർ നമുക്ക് ഫിലിം മിസ്സായിപ്പോയി ഫിലിമിന്റെ സ്റ്റാർട്ടിങ്ങില്. അങ്ങനെ ഡെസ്പ് അടിച്ച് ഇങ്ങനെ ഇരുന്ന് ഒരു സിനിമയെല്ലാം കഴിഞ്ഞ് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം, ലെറ്റ്സ് ഡു സംതിങ് എൽസ് എന്ന് വിചാരിച്ച് നമ്മളൊരു കഫേ ബുക്ക് ചെയ്തു. ബാംഗ്ലൂരിൽ തന്നെ പേര് കേട്ട ഒരു വെരി ഗുഡ് കഫേ, ലൈക് പേര് ഹെലൻസ് പ്ലേസ് എന്നതാണ്, മാർത്താള്ളിയിൽ വെച്ചിട്ട്. അവിടെ നിന്ന് ബുക്ക് ചെയ്ത് ഞങ്ങൾ ഏകദേശം നേരെ ഫിലിം കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി ഒരു ഏകദേശം ഒരു 6 o'clock അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ അവിടുത്തെ വാലറ്റ് പാർക്കിങ്ങിൽ അവിടുന്ന് ആൾക്കാർ പറഞ്ഞു നിങ്ങൾക്ക് ബുക്കിംഗ് ഉണ്ടോ എന്ന് ചോദിച്ച്. ഞങ്ങൾക്ക് ബുക്കിംഗ് ഇല്ലാത്ത കാരണം ഞങ്ങളെ അത് അവര് പറഞ്ഞെന്താന്ന് വെച്ചാല് വാക്കിൻ ഇല്ല, അപ്പൊ ബുക്കിംഗ് ഇല്ലാത്തവരെ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ അവിടുന്ന് ആ പ്ലാനും നമ്മുടെ സെക്കൻഡ് പ്ലാനും മൂഞ്ചി നമ്മൾ തിരിച്ച് അവിടെ വെച്ചിട്ട് തന്നെ നമ്മളെ ഒരു പുതിയ കഫേ കണ്ടുപിടിച്ച് കുറെ തപ്പി ലാസ്റ്റ് നമുക്ക് ഇപ്പൊ കിട്ടിയേക്കുന്ന കഫേ ബന്നാർഘട്ടയാണ്, അതായത് സൗത്ത് ബാംഗ്ലൂർ. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നത് നോർത്ത് ബാംഗ്ലൂരിലായിരുന്നു. ഇപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നാലും അറിയാം നമുക്ക് പ്ലാൻ നടക്കുമോ ഇല്ലേ എന്നുള്ളത്. Let's watch and wait. Oh, sorry, let's wait and watch. Yes. ചെറുതായിട്ട് എനിക്ക് കുത്തി പറയുന്നുണ്ടോ സംശയമുണ്ട്, പക്ഷെ ഞാൻ കാര്യം മാത്രമല്ല കേട്ടോ, രണ്ടാളും കൂടി കാര്യം ലേറ്റ് ആയതാണ്. ആൻഡ് ബുക്കിംഗ് ഇല്ലാത്ത കാരണമാണ് അവിടെ നിന്ന് പുറത്തുവിട്ടത്. പറഞ്ഞപ്പോ ഇങ്ങനെ ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്വന്തമായിട്ട് ബുക്ക് ചെയ്ത് പോയതാണ്, അല്ലാതെ നമ്മൾ ഒന്നിലും റിസർവ് ഒന്നും ചെയ്തിട്ടില്ല. ആൻഡ് ഓക്കെ, ഞങ്ങളിപ്പോ അടുത്തടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വെയിറ്റ് ഗൈസ്, സ്റ്റേ ട്യൂൺഡ്. പോവരുത്, വീഡിയോയുടെ ബാക്കി വരുന്നുണ്ട്. നമ്മളെ വീഡിയോയിൽ ഒരാളും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അയാൾ കുറച്ചു മുമ്പ് നേരത്തെ ചിരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ കണ്ടോളൂ. അങ്ങനെ ഫൈനലി നമ്മൾ എത്തിയിട്ടുണ്ട്. സീ ദ പ്ലേസ്, കം ഓൺ. എന്താ അങ്ങനെ സീരീസ് ഓഫ് മൂഞ്ചലുകൾക്ക് ശേഷം നിങ്ങൾ എത്തിയിരിക്കുകയാണ് ഗായ്സ്. ടൈമിംഗ് ഒത്തില്ല. Oh my god, see the ambience guys, this is very pretty. ഈ സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോ ഞാൻ ആദ്യം ആലോചിച്ചത് എവിടെ നിന്ന് പിക്ക് എടുക്കാവുന്നതാണ്. ഞാൻ പയ്യെ ഈസ്തെറ്റിക് കോർണേഴ്സ് ഒക്കെ നോട്ട് ചെയ്യായിരുന്നു. ഞങ്ങൾ ടെറസിലിരിക്കാൻ പ്ലാൻ ചെയ്ത്, പക്ഷെ അവര് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അത് ഓപ്പറേഷനിലാവുള്ളൂ പറഞ്ഞു ഒഴിവാക്കി വിട്ടു ഞങ്ങള്. അപ്പൊ ഞങ്ങളത് അത്ര കാര്യമാക്കില്ല, കിട്ടിയ ഒരു മൂലൊക്കെ പോയിരുന്നു വർക്ക് തുടങ്ങി ഗൈസ്. ലൈറ്റ് പോടുന്നതിന് മുമ്പ് കാര്യങ്ങൾ ഫിനിഷ് ചെയ്യണ്ടേ. അങ്ങനെ ഇതായിരുന്നു നമ്മൾ ഉദ്ദേശിച്ച കഫേ. ഇവിടെ എത്തി, ഓർഡർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് വെയിറ്റ്. To be honest, this place is really pretty and cozy guys. മൊത്തത്തിലൊരു ഗ്രീക്ക് സ്റ്റൈലാണ് ഇന്റീരിയേഴ്സ്, ആക്സന്റ് ഡെക്കോർ അല്ല. ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ തീമില്, പിന്നെ ബാബു ആൻഡ് കെയിന്റെ ലൈറ്റ്സ്, ഫർണിച്ചേഴ്സ് ഒക്കെ. ചുരുക്കത്തിൽ ഒരു അടിപൊളി വാം കോസി അറ്റ്മോസ്ഫിയർ. ഓപ്പൺ ടു സ്കൈ ഡൈനിങ് ഉണ്ട്, അല്ലാതെ ഇൻസൈഡ് ഡൈനിങ് ഉണ്ട്. ഞങ്ങൾ ഓൾമോസ്റ്റ് സൺസെറ്റിന്റെ ടൈമിൽ എത്തിയ കാരണം ഔട്ട്സൈഡ് ഡൈനിങ് നല്ല വൈബായിരുന്നു. ആൻഡ് ആകാശത്തും കുറെ യെല്ലോ, ഓറഞ്ച്, പർപ്പിൾ ഷെയ്ഡ്സും ഇവിടുത്തെ സ്ലോ മ്യൂസിക്കും ഒക്കെ ഒരു അടിപൊളി ഗുഡ് വൈബ്സ് ആയിരുന്നു. പിന്നെ നമ്മൾ പണ്ട് ഹിസ്റ്ററി ക്ലാസ്സിലൊക്കെ പഠിച്ച ഗ്രീക്ക് ഫിലോസഫേഴ്സ് ഒക്കെ ഒരു ധൈര്യത്തിന് ചുറ്റുണ്ടല്ലോ. ഞങ്ങള് 2-3 തവണ ഇന്ന് രാവിലെ മുതൽ മൂഞ്ചിയെങ്കിലും ലാസ്റ്റ് ഓപ്ഷൻ സംഹൗ അടിപൊളിയായി. ഒരു കഫേയിൽ കേറ്റാത്ത കാരണം റോഡ് സൈഡിൽ കാറ് പാർക്ക് ചെയ്ത് ഫോണിൽ കുത്തി കണ്ടുപിടിച്ച് ഇത്രയും ട്രാവൽ ചെയ്ത് വന്നത് വേസ്റ്റ് ആയില്ല. ഇറ്റ്സ് വർത്ത് ഇറ്റ്. മൈക്കോസ് ദ ക്രാഫ്റ്റ് കിച്ചൺ. അങ്ങനെ കത്തി ജ്വലിച്ച് നിക്കണ കണ്ടാ ഞങ്ങളുടെ അലമ്പാവേണ്ടിയിരുന്ന ഒരു സൺഡേ സേവ് ചെയ്തത് മൂപ്പരാണേ. താങ്ക്സ്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് സൺ ഹാസ് സെറ്റ് ആൻഡ് ദ മൂൺ ഇസ് ഹിയർ ആൻഡ് വി ആർ ലിറ്ററലി ടോക്കിംഗ് ടു ദ മൂൺ ഗായ്സ്. ഇറ്റ് ഫീൽസ് ഗുഡ്. ചെറിയൊരു പട്ടി ഷോ കാണിച്ചതാണ്.
കോസി പിന്നല്ല, ഇത്രയും നല്ല ഈസ്തറ്റിക് സെറ്റപ്പ് കിട്ടുമ്പോ ഫോട്ടോ എടുത്തില്ല പിന്നെ എപ്പ എടുക്കാനായി ഫോട്ടോയൊക്കെ. കുറച്ച് പഠിച്ചോട്ടെ ഗായ്സ്. കൊറേ നേരായില്ലേ, സോ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫസ്റ്റ് ഡ്രിങ്ക് വന്നു, സമ്മർ പാരഡൈസ്. ഇറ്റ് വാസ് ഗുഡ്. ആൻഡ് പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത സ്റ്റാർട്ടർ വന്നു. മെയിൻ കോഴ്സ് കൂടി വന്നിട്ട് നല്ല വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തിട്ട് പയ്യെ കഴിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും വിശപ്പ് സഹിക്കാൻ പറ്റാത്തോണ്ട് ഞങ്ങൾ പെരി പെരി ചിക്കൻ വിങ്സ് കഴിച്ച് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ലാസ്റ്റ് മന്ത് വരെ ഇന്റീരിയർ ഡിസൈൻ ഫേമിൽ വർക്ക് ചെയ്തുകൊണ്ടും സൺഡേ വർക്കിംഗ് ഡേ ആയതുകൊണ്ടും എനിക്ക് നല്ല സ്ട്രഗിൾ ആയിരുന്നു. ഇപ്പൊ സ്വിച്ച് ചെയ്തപ്പോഴാണ് ഫൈനലി ഞങ്ങൾക്ക് കുറച്ച് ടൈം കിട്ടുന്നത് തന്നെ. ആഫ്റ്റർനൂൺ വരെ നല്ല ലേസി സൺഡേ ആയിരുന്നു. അങ്ങനെയല്ല, ഒരു കോസി ആൻഡ് സ്ലോ സൺഡേ ആയിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഐ സ്ലെപ്റ്റ് ഫോർ 1 hour. പിന്നെ നല്ല മൂടി പൊതിച്ച് കിടന്ന് ഫോണിലും കുറെ നേരം കളിച്ചു. അങ്ങനെ റെസ്റ്റ് ഒക്കെ എടുത്ത് ഇരുന്നു. ആഫ്റ്റർനൂൺ ഹാഫ് അവർ മിസ് ചെയ്തെങ്കിലും ഒരു നല്ല മൂവി കണ്ടു. ദെൻ ഒരു സ്ലോ കോസി ആംബിയൻ കഫേയില് ഈവനിങ് സ്പെൻഡ് ചെയ്തു. ആൻഡ് ഐ ബിലീവ് Sundays are for long conversation, for laughter that spills into the afternoon, for lazy naps, and for music that plays in the heart that is at ease. എനിക്ക് ലാസ്റ്റ് 3 months കൊണ്ട് സൺഡേയുടെ വാല്യൂ ശരിക്കും മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഘോരം പ്രസംഗിക്കുന്നത്. ഐ നീഡ് സൺഡേസ് ടു റിഫ്രഷ് ആൻഡ് റീചാർജ് ഫോർ ദ കമ്മിങ് വീക്ക്. അപ്പൊ ഞങ്ങളുടെ ഒരു സ്ലോ സൺഡേ ഈവനിങ് അങ്ങനെ കഴിയുകയാണ്. So here is to another Sunday well spent, another memory softly tucked away, another reason to fall in love with the slow and simple things again and again. Atrulu guys, appo good night, bye bye, take care, and please do like, comment and share and subscribe if you like us and want to be part of my journey. Bye bye, take care.